ബാഗ് തട്ടിപ്പറിക്കുകയുണ്ടായി. വിളിച്ചു പറഞ്ഞു കള്ളൻ ഞാൻ പോലീസാണ്. ഇട്ടിരുന്ന ഷർട്ട് പാൻറ് മുഴുവൻ അഴിച്ചു മാറ്റുകയും അതിലുള്ള പൈസ അവർ അടിച്ചു മാറ്റി. എന്റെ കയ്യിൽ 7 ലക്ഷം ഉണ്ടായിരുന്നു സാറ്. 7 ലക്ഷം ഉറുപ്പിയുള്ള ഈ സാധനത്തെ എന്താ 4.60 ഹാജരാക്കി. ഇവർ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ആക്കിയിട്ട് പറഞ്ഞ് ഇത് തെറ്റിപ്പോയിന്, വേണമെങ്കിൽ വായിച്ചോ. ഞാൻ വായിക്കാണ്ട് ഒപ്പിട്ടിട്ട് വന്നു. പിന്നെ അതുമല്ല, ഇവര് ഒറ്റക്ക് വന്നിട്ട് പിടിക്കുന്നത്. എന്നെ പിടിക്കണമെങ്കിൽ പോലീസ് സിവിലിൽ വരുന്ന ആവശ്യമില്ല, യൂണിഫോമിൽ വരാം. ഞാൻ പറയട്ടെ, അയാളെ സ്വർണത്തിന്റെ കാശ് നിങ്ങളെ കൊണ്ടുപോയെന്നുള്ള മൊഴിയുണ്ട്. മൊഴി ആർക്ക്? നിങ്ങളെ വോയിസ് ഭീമ ജ്വല്ലറി കെട്ടിടത്തിന്റെ ഉടമയുടെ ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ ക്യാമറ ഉണ്ട്. ക്യാമറ കേറുന്നടല്ല, ബാക്കി എല്ലാ ഭാഗത്ത് ക്യാമറ വെക്കാത്തന്റെ പണം ഞാൻ്റെത്. ഇത് പള്ളുവിന്റെ അല്ല. പിന്നെ രമേശ് സമ്പർക്കം പറ്റുന്നുണ്ട്. CPI എല്ലാ സെക്രട്ടറി ശശിയായിട്ട് സമ്പർക്കം പറ്റുന്നുണ്ട്. ഈ ബാങ്കിൽ 3 കോടി ഉറുപ്പ എന്തോ കൊടുക്കാനുണ്ട്. എന്താണ് കച്ചവടം? കോഴി ടാക്സ് ഇല്ല, പ്രശ്നമില്ല, കാര്യമില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ വായിന്ന് വരാത്തൊരു സംസാരം കൂടി പറഞ്ഞു എന്നോട്. ഭാര്യയുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ സംബന്ധിച്ച് ശശിനെ വിളിച്ചില്ല, എന്തുകൊണ്ട് ബിജെപിക്കാരൻ രമേശിനെ വിളിച്ചില്ല, എന്തുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ വിളിച്ചില്ല, എന്തുകൊണ്ട് ഒരു വിവാദ വ്യവസായിയെ മാത്രം നിങ്ങൾ വിളിച്ചു? ഞാൻ വിളിച്ചു. നമസ്കാരം. ബി എം ഇബ്രാഹിം കഴിഞ്ഞ ദിവസം കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ധർണയിൽ, ഒരു പ്രതിഷേധ മാർച്ചിൻ്റെ പ്രസംഗത്തിൽ കാസർഗോട്ടെ ഹോസ്ദുർഗ പോലീസ് ഹവാല കേസിൽ പണം മുക്കി എന്ന ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. പിന്നീട് ആ പ്രസംഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഒരു പരാതിയാണ് അത്തരം പരാമർശത്തിന് കാരണം. എന്തായാലും ഇബ്രാഹിം തന്നെ കഥകൾ പറയട്ടെ. വീണ്ടും നമ്മൾക്കുള്ള ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ഇബ്രാഹിമിനോട് ചോദിക്കാം. ഇബ്രാഹിം അണങ്കൂർ സ്വദേശിയാണ്. അതെ. അവിടെയാണ് ഇപ്പോൾ താമസം അല്ലേ? അപ്പോൾ എന്നാണ് സംഭവിച്ചത്? 25/8/2023 വെള്ളിയാഴ്ച രാവിലെ 10:15 ഞാൻ കാഞ്ഞങ്ങാട് കോയാപ്പള്ളീസിന്റെ സമീപം എത്തി. അവിടുന്ന് ഞാൻ ഫോണിൽ അവിടെ ബൈക്ക് സൈഡ് നിർത്തി ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് അപരിചയമായ ഒരു വ്യക്തി വന്ന് എൻ്റെ ബാഗ് തട്ടിപ്പറിക്കുകയുണ്ടായി. ആ സമയത്ത് ഇയാൾ പോലീസാണോ വേറെ ആരോ എനിക്കറിയില്ല. പെട്ടെന്ന് തട്ടിപ്പറിക്കുമ്പോൾ ഞാനും അദ്ദേഹവും ഉന്തും പിടിയായി. ആ പിടിയാകുന്ന സമയത്ത് അവരുമായി ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് കള്ളൻ ഞാൻ പോലീസാണ്, അവൻ കള്ളനാണ് എന്ന് പബ്ലിക്കിനെ വിളിച്ചു കൂട്ടുകയും പബ്ലിക് കൂടുകയും തുടർന്ന് എൻ്റെ ഞാൻ ഇട്ടിരുന്ന ഷർട്ട് പാൻറ് മുഴുവൻ അഴിച്ചു മാറ്റുകയും എന്നെ ഓടിക്കുകയാണ് ചെയ്ത്. ആ സമയത്ത് എൻ്റെ കയ്യിലുള്ള പൈസ അവർ അടിച്ചു മാറ്റി. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ആക്കുകയും തുടർന്ന് 2 പോലീസ് ജീപ്പ് സംഭവ സ്ഥലത്തേക്ക് വന്ന് എന്നെ സെർച്ച് ചെയ്ത് പിടിക്കുകയും എന്നാണ് പോലീസിനെ അടിക്കുമെന്ന് പറഞ്ഞ് അതിരൂക്ഷമായി എന്നെ മർദ്ദിക്കുകയും അവർ ചെയ്തു. തുടർന്ന് മർദ്ദനത്തിന് അബോധാവസ്ഥയായപ്പോൾ എന്നെ കാഞ്ഞങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രാഥമിക ശുശ്രൂഷ എനിക്ക് തന്നു. എന്താണ് ഗ്ലൂക്കോസ് തന്നു, ഇഞ്ചക്ഷൻ വെച്ചു, ടാബ്ലറ്റ് തന്നു, ഇങ്ങനത്തെ മുതലായവ തന്ന് അതെല്ലാം തന്നതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഹോസ്ദുർഗ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നെ ഇരുത്തിയതിന് ശേഷം 2 മണി സമയത്ത് എൻ്റെ വൈഫിന് ഫോൺ ആക്കാനുള്ള ഒരു ഫോൺ ഒരു പോലീസുകാരൻ തന്നു. തുടർന്ന് വൈഫും 3 കുട്ടികളും 3 മണിക്ക് സമയത്ത് ഹോസ്ദുർഗ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. അവർ 7:30 മണി വരെ ആ സ്റ്റേഷനിൽ എത്തി. പൊതുവെ എൻ്റെ കയ്യിൽ നിന്ന് 7 ലക്ഷം രൂപ ഇവരെ തട്ടിപ്പറിച്ചു. 7:30 മണിക്ക് അതിനുശേഷം ഞങ്ങൾക്ക് ഇവരായിട്ട് ഒരു ലിങ്കുമില്ല. എൻ്റെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി. ഈ തട്ടിപ്പറിച്ച പോലീസുകാരനും പുറമെ നിന്ന് സംസാരിക്കുന്ന ഞങ്ങൾ കാണുന്നു. ഞാൻ സ്റ്റേഷൻ്റെ അകത്താണുള്ളത്, ഇവർ വെളിയിൽ നിന്ന് സംസാരിക്കാൻ ഞങ്ങൾ കാണുന്നു. അപ്പോൾ എന്നിട്ട് അവസാനം ഷെയ്ന് വന്നിട്ട് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു രാജീവൻ എന്ന് പറയുന്ന ഒരു SI ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സംഭവം എന്തെന്ന് തന്നെ അറിയില്ല. അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ കക്ഷിൻ്റെ പേരിൽ കേസെടുക്കണം, ജാമ്യത്തിൽ കേസെടുത്ത് വിട്ടെന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്തു. തുടർന്ന് ഞാൻ അന്ന് അതേ സമയത്ത് തന്നെ ആ സ്റ്റേഷനിലേക്ക് വിജിലൻസ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു പോലീസുകാരൻ വന്നു. അയാളുടെ പേര് SI തോന്നുന്നു, അശോകനാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് പണം, എവിടെ നിന്ന് കൊണ്ടുവന്ന് എവിടെയാണ് കൊണ്ടുപോകുന്നത് എന്നെല്ലാം എന്നോട് ചോദിച്ചു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് കൃത്യമായി മറുപടി പറഞ്ഞു. എൻ്റെ കയ്യിൽ 7 ലക്ഷം ഉണ്ടായിരുന്നു സാറ്. ഞാൻ ഇന്ന കടയിൽ കളക്ഷൻ ആക്കിയ പൈസയാണ്. ഞാൻ ഫെഡറൽ ബാങ്കിലേക്ക്
ഡെപ്പോസിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വന്നതാണ്. കാഞ്ഞങ്ങാടാണ് ഫെഡറൽ ബാങ്കിന്റെ ATM ആ സമയത്തുള്ളത്. കാസർഗോഡ് ഇല്ല, CDM സിസ്റ്റമാണ്. അങ്ങനെ ഇവിടത്തേക്ക് വരുമ്പോഴേക്ക് ഒരാൾ വന്നിട്ട് തട്ടിപ്പറിച്ച ആളറിയുമെന്ന് അറിയിച്ചു. ഞാൻ പറഞ്ഞു ഒരു പോലീസുകാരനെന്ന് അറിയുന്നു. ആരെന്ന് അറിയുന്നാൽ 2 ദിവസം കഴിഞ്ഞ് ഞാൻ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷന്റെ ചുറ്റുപാടത്ത് ഇങ്ങനെ വട്ടം കറങ്ങി ആ തട്ടിപ്പറിച്ച പോലീസുകാരൻ ഞങ്ങൾക്ക് മനസ്സിലായി. തുടർന്ന് വേറൊരു പോലീസുകാരനോട് ചോദിച്ചു ഇയാളെ പേരെന്താന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ആൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിലെ സന്തോഷ് ബാബു എന്നാണ് അറിഞ്ഞത്. ഇതിനെ തുടർന്ന് എനിക്ക് സംഭവം അറിയില്ലല്ലോ. ഇതിനെ തുടർന്ന് എന്ത് സംഭവം എന്നറിയില്ല. അവിടുത്തെ കാഞ്ഞങ്ങാടുള്ള ഷുക്കൂറൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വിവരാവകാശ രേഖ ഇവിടുത്തെ കൊടുത്തു. കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടാകുമ്പോഴാണ് അറിയുന്നത് എൻ്റെ 7 ലക്ഷം രൂപയിൽ നിന്ന് 4,68,000 രൂപയാണ് കോടതിയിൽ ഹാജരാക്കി. തുടർന്ന് എനിക്ക് സംശയം വന്ന് 7 ലക്ഷം രൂപയുള്ള ഈ സാധനത്തെ എന്താ 4,67 ഹാജരാക്കി. തുടർന്ന് വീണ്ടും അപ്പീൽ നൽകി മേലധികാരികൾക്ക്. അപ്പീൽ എല്ലാം ചെയ്തതിൻ്റെ എല്ലാ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വേണം തരാം, ഞാൻ കള് പറയുന്നല്ല. അപ്പീൽ കൊടുത്തിട്ടാകുമ്പോൾ അവർ പറഞ്ഞ് ഇത് കറക്റ്റ് തന്ന മറുപടി കറക്റ്റാണ്, അത്രയാണ് എമൗണ്ട് എന്നുള്ളത്. അവസാനം ഞാൻ കോടതിയിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വക്കീലിൻ്റെ നാമനിർദ്ദേശം ഇത് മനസ്സിലാക്കിയതിന് ശേഷം വക്കീലിനോട് ചോദിച്ചിട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു, പോലീസ് അതോറിറ്റിക്ക് സെല്ലിൽ കൊടുത്തു, പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർക്ക് കൊടുത്തു, കേരള മുഖ്യമന്ത്രിക്കും പരാതി നൽകിയതല്ലാതെ നാളെ ഇതുവരെ ആയിട്ട് ഒരു മറുപടി എനിക്ക് വന്നിട്ട. മൊബൈലിൽ ഒരു OTP മെസ്സേജ് വന്നു, നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെ പരാതി, തുടർ നടപടിയിലേക്കായി പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചു വിട്ടുനിന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അല്ലാതെ വേറൊരു സംഭവം ഒരു മെസ്സേജും വന്നില്ല. ഇതാണ് യഥാർത്ഥ സംഭവം നടന്നത്. അന്ന് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായ അശോകൻ സാറിനോട് സംഭവം ഞാൻ വിശദീകരിച്ച് ചോദിച്ചു. സാർ എൻ്റെ കയ്യിൽ നിന്ന് 7 ലക്ഷം രൂപയല്ല പിടിച്ചിന്, അത് കോടതിയിൽ ഏകദേശം ഞാൻ വിവരാവകാശ നിയമപ്രകാരം അതിൽ കാണുന്നത് 4,68 ബാക്കി 2,32,000 രൂപ എവിടെ പോയി എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു ഞാൻ അന്നത്തെ DSP ആയിരിക്കുന്ന ഷിബി സാറിനോട് സംഭവം എല്ലാം പറഞ്ഞിരിക്കുന്നത്, ഞാനിപ്പോൾ റിട്ടയർഡ് ആയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് നിങ്ങൾക്കുള്ള അനുഭവം. ഇനി ഞാൻ ചോദിച്ചു, അതായത് നിങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ DYSP ആയിരുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആയിരുന്ന മനോജ് താങ്കളെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങളുടെ പരാതി മനോജ് സാറിന് നിങ്ങൾ അറിയിച്ചു. ഈ 7 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് അന്ന് ചോദിച്ചിരുന്നു. എന്തുകൊണ്ട്, എന്താണ് അപ്പോൾ മറുപടി നൽകിയത് നിങ്ങൾ? മറുപടി മാനേജർ സാറ് ഇലക്ഷന്റെ തിരക്കാണ്, അന്നെ മാനേജ് ഓഫീസറിന്റെ ഓഫീസിൽ ഇരുത്തിയിട്ട് നിനക്ക് ഷൈനിനെ അറിയുമെന്ന് ചോദിച്ചു. അറിയുമെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷ് ബാബുവിനെ കണ്ടാൽ അറിയുന്ന എങ്ങനെ ഹൈറ്റുള്ളവനാ, വെയിറ്റ് ഉള്ളതാ, അല്ലെങ്കിൽ പോലീസിന്റെ രൂപം. അപ്പൊ അയാൾ ഞങ്ങൾക്ക് കാണുന്ന രൂപത്തിൽ എങ്ങനെയായിരുന്നു സന്തോഷ് ബാബു, ആ രൂപത്തേത്തിനോട് ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ കുറേ ഏകദേശം ഒരു 10-15 മിനിറ്റോളം എന്നോട് ചോദ്യം ചെയ്തതിന് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു SI ഉണ്ടായിരുന്നു. അതേ ഓഫീസിലുള്ള SIനോട് പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാം, അദ്ദേഹത്തിനോട് പറഞ്ഞു ഇവൻ്റെ മൊഴി രേഖപ്പെടുത്തി ഒപ്പിട്ടിട്ട് വിടണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? മഞ്ജൂർ സാർ പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഞാൻ പറഞ്ഞ മുഴുവനും സത്യാവസ്ഥ എന്തെല്ലാം ഉണ്ട് അതെല്ലാം മുഴുവൻ അദ്ദേഹം അതിൽ മൊഴി രേഖപ്പെടുത്തി അവസാനം സിഗ്നേച്ചർ ഇട്ടിട്ട് കൊടുത്തു. 4 ദിവസം കഴിഞ്ഞിരിക്കുമ്പോൾ വീണ്ടും എനിക്ക് ഫോൺ വിളിക്കുന്നു അത് ഓഫീസർ, താങ്കൾ മൊഴിയിൽ ചെറിയൊരു ഇതുണ്ട് മാറ്റണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ 4 ദിവസം കഴിഞ്ഞ് ആദ്യം SP ഓഫീസിൽ പോയി എൻ്റെ മൊബൈൽ വേണം ടെസ്റ്റ് ആക്കാം, അയാളെ നമ്പർ ഉണ്ട് ഇതിൽ, അയാളാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് പോയിട്ടാകുമ്പോൾക്ക് ഇവർ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ആക്കിയിട്ട് പറഞ്ഞ് ഇത് തെറ്റിപ്പോയിന്, വേണമെങ്കിൽ വായിച്ചോ എന്നിട്ട് ഞാൻ വായിക്കാണ്ട് ഒപ്പിട്ടിട്ട് വന്നു. അപ്പം എനിക്ക് കാര്യം മനസ്സിലായി. സംഭവം എന്ന് പറഞ്ഞെങ്കിൽ ആ സമയത്ത് ഞാനും അന്വേഷിച്ച പോലീസ് SI ഉണ്ടായിരുന്നു. അയാൾ സംസാരിച്ചിട്ട് അയാളോട് ഞാൻ പറഞ്ഞു, സാറേ ഈ FIR ഒപ്പിട്ടിനത് രാജീവൻ സാറാണ്, അയാൾ വെറും നിരപരാധിയാണ്, അയാൾക്ക് കേസിനെ പറ്റി ഒരു അനുഭവമില്ല, അയാൾ അറിയില്ല, അയാളൊന്ന് സ്റ്റേഷനിൽ ഞാൻ കണ്ടിട്ട. അപ്പോൾ ഈ CI ഷൈൻ സാറാണ് അദ്ദേഹത്തെ നിർബന്ധിക്കുന്നത് കേസെടുക്കണമെന്ന് പറയും. അങ്ങനെ അദ്ദേഹം എടുത്തതല്ലാതെ അദ്ദേഹത്തിന് യാതൊരു പങ്കും ഇതിലില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞാ എന്നോട് ഒരു മറുപടി, നീ പറഞ്ഞ കാര്യം മുഴുവൻ ശരിയാണ്, പക്ഷേ FIR അദ്ദേഹം ഒപ്പിട്ട് പോയില്ലേ, ഇപ്പൊ നീ കേസ് കൊടുത്താലും പ്രതിയാന്നതാരാ, ഇദ്ദേഹമല്ലേ എന്നാണ് എന്നോട് ചോദിച്ചത്. ഈ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഈ രാജീവൻ SIയും ഒരേ നാട്ടുകാരനാണ്. അപ്പൊ സുഹൃത്തുക്കൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് ഞാൻ ആ സമയത്ത് മനസ്സിലാക്കി. അന്ന് മൊഴി 2ാമത്തെ ദിവസം 4 ദിവസം കഴിഞ്ഞ് മൊഴി രേഖപ്പെടുത്തി. വീണ്ടും 4 ദിവസം കഴിഞ്ഞ് ആദ്യം എന്നെ വിളിപ്പിക്കുന്നു. ഈ ചെറിയൊരു പൈസ നഷ്ടപ്പെട്ട ഒരു കേസിന്
3 പ്രാവശ്യം സ്പെഷ്യൽ ബ്രാഞ്ച് വിളിപ്പിക്കുന്നു. എന്നിട്ട് അവിടുന്ന് വീണ്ടും മൊഴി രേഖപ്പെടുത്തുന്നു. എന്നിട്ട് അതിൽ അവർ എന്തോ എഴുതി ചേർത്ത് എന്നായിരിക്കാണ് എൻ്റെ നിഗമനം. കാരണം എൻ്റെ ഫസ്റ്റത്തെ മൊഴിയിൽ പോലീസും ഇവർ പ്രതികളാണെന്നുള്ള 100% മൊഴി കൊടുത്ത് ആ മൊഴി എടുത്ത് ഇവരെ വായിച്ചിട്ട് ഇവരെ മൊഴിയെല്ലാം എടുത്തിട്ട് ഇവർക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എൻ്റെ ഈ കമ്പ്യൂട്ടറിൽ ഇവർ എന്നെ പ്രിന്റ് ചെയ്തിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഇവിടെ ഒപ്പിടുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഒപ്പിട്ട് കൊടുത്തു. നിങ്ങളോട് വായിച്ചു നോക്കാൻ അവിടെ ആവശ്യപ്പെട്ടിരുന്നില്ല? വായിച്ചു വെക്കാൻ ആവശ്യപ്പെട്ടില്ല. 3ാമത്തെ പ്രാവശ്യം വായിച്ച് ആവശ്യപ്പെട്ടില്ല. 2ാമത്തെ പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു? 2ാമത്തെ പ്രാവശ്യം ഞാൻ വായിച്ചില്ല. 3ാമത്തെ പ്രാവശ്യം ആവശ്യപ്പെട്ടില്ല അല്ല. ഓക്കെ. ഇപ്പോൾ സാധാരണ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളൊക്കെ കാണുന്നത് അല്ലെങ്കിൽ ഓരോ ഉദ്യോഗസ്ഥർക്ക് കേസുകൾ നൽകുകയാണ് പതിവ്. അത് എല്ലാ കേസും IP-യുടെ പേരിലാവണമെന്നില്ല. അത് രാജീവൻ സാറിന്റെ പേരിലാവാം, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പോലീസ് ഓഫീസറിന്റെ പേരിലാവാം, അത് SI-മാരുടെ പേരിലാവാം. ഓരോ SI-മാർക്ക് ഓരോ കേസുകൾ നിങ്ങൾ നൽകരുത്. അതാണ് സ്വാഭാവികമായിട്ട് നടക്കാറ്. ഞങ്ങളൊക്കെ കാണുന്നത് ആ രീതിയിലായിരിക്കാം രാജീവൻ വന്നിട്ടുണ്ടാവുക. അല്ല, ഇത് സംഭവം എന്ന് പറഞ്ഞെങ്കിൽ ഇത് പണമിടപാടാണ്. എൻ്റെ കയ്യിൽ 7 ലക്ഷം പിടിച്ചിരുന്നത് എനിക്കും അറിയാം, സന്തോഷ് ബാബുവിനും അറിയാം. സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ സന്തോഷ് ബാബുവിനും അറിയാം. ഈ സന്തോഷ് ബാബു ഈ CI-നെ എത്ര ഏൽപ്പിച്ചിട്ടുണ്ട് എനിക്കറിയില്ല. എത്ര 7 ലക്ഷം ഏൽപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ 5 ലക്ഷം ഏൽപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏൽപ്പിച്ചിട്ടേ ഇല്ലെന്ന് എനിക്കറിയില്ല. അവര് തന്ന കണക്കാണ്. എനിക്ക് ലീഗലായിട്ട് എൻ്റെ കയ്യിൽ എത്ര ഉണ്ടായി? 7 ലക്ഷം രൂപ ഉണ്ടായി. ഞാൻ ചോദിക്കട്ടെ, പിന്നെ അതുമല്ല, ഇവര് ഒറ്റക്ക് വന്നിട്ട് എന്നെ പിടിക്കണമെങ്കിൽ പോലീസ് സിവിലിൽ വരേണ്ട ആവശ്യമില്ല, യൂണിഫോമിൽ വരാം. ഒറ്റക്ക് വന്നിട്ട് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഒരു പോലീസുകാരൻ സിവിലിൽ വന്നിട്ട് ഒറ്റക്ക് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ചുറ്റുപാടും പബ്ലിക്. അതെന്തുകൊണ്ടാണ് ഒരു പോലീസുകാരൻ വന്നത്, അല്ല കൂടുതൽ പോലീസുകാരുണ്ടായിരുന്നോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾക്ക് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് നിങ്ങൾ ഈ 7 ലക്ഷം രൂപയുടെ രേഖകൾ പോലീസിന് ഹാജരാക്കിയോ? പോലീസ് ആവശ്യപ്പെട്ടാൽ ഹാജരാക്കും. ആവശ്യപ്പെട്ടിട്ടാ അതായത് പോലീസ് അന്വേഷണത്തിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് രേഖകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ്. ഞാൻ പറയട്ടാ, എൻ്റെ FIR ഓൾറെഡി പൈസ പിടിക്കുമ്പോൾ FIR ഇട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ സ്റ്റേഷനിൽ വിടുന്നതാണ് ചെയ്യുന്നത്. ഇവർ സ്റ്റേഷനിൽ എത്തിയിട്ട് എന്നോട് രേഖ കൊണ്ടുവരണമെന്ന് ഹാജരാക്കാൻ പറഞ്ഞില്ല. 1. 2ാമത് ഞാൻ വന്ന വിദേശം ഇവരോട് അതിൻ്റെ പ്രൊസീജിയർ ഞാൻ ലോയർ ഷുക്കൂർ വക്കീലായിട്ട് സംസാരിച്ചു. ഷുക്കൂർ വക്കീൽ പറഞ്ഞു, നിന്റെ രേഖകൾ കൊണ്ടുപോകാൻ ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാം. ഞാൻ അദ്ദേഹത്തിന് മുഴുവൻ രേഖ കൊണ്ടുകൊടുത്തു. അദ്ദേഹം കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 7 ലക്ഷം രൂപയുടെ രേഖകൾ കൊടുത്തു. 7 ലക്ഷത്തിൽ രൂപന്റെ മുഴുവൻ രേഖകളും ഷുക്കൂർ വക്കീലിന് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് രേഖകളാണ് കൊടുത്തത്? അത് ഞാൻ പർച്ചേസ് ബില്ലും ഞാൻ കടയിൽ നിന്ന് ക്യാഷ് കിട്ടിയ റെസീറ്റ് മുഴുവനും. എത്ര ദിവസത്തെ കാശാണ് അത് പോയത്? അത് ഞാൻ അന്ന് രാവിലത്തെ കളക്ഷനും. ഒരു ദിവസം 7 ലക്ഷം രൂപ കളക്ഷൻ ഉണ്ട്. അതിൽ കൂടുതൽ വരുന്നതുണ്ട്. കാരണം ഞാൻ ചിക്കനാണ് സപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ഏകദേശം ആഴ്ചക്ക് 3 ലോഡ്, നിങ്ങൾ എൻ്റെ വീട് സെർച്ച് കണ്ടാൽ അറിയാം, ഇന്ന് വണ്ടി വന്നിട്ടുണ്ട്. ആഴ്ചക്ക് 3 ലോഡ് 4 ലോഡ് സാധനം വരുന്നു. അതൊരു 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ എൻ്റെ ബില്ലുണ്ടാകും. അന്ന് പൊതുവെ ഞായറാഴ്ചയും വ്യാഴാഴ്ച കൂടുതലുണ്ടാവും. കല്യാണം ഫംഗ്ഷൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ 1500-2000 കിലോ ഉള്ള പ്രൈവറ്റ് ഓർഡർ കിട്ടും. അപ്പൊ എമൗണ്ട് കൂടും. പോലീസിന് കൊടുത്തില്ല? പോലീസ് ആവശ്യപ്പെട്ടാലല്ലേ കൊടുക്കുന്നത്. സാധാരണ ഒരു ഹവാല പടം പിടിച്ചു കഴിഞ്ഞാൽ സാധാരണ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ പറ്റുന്നല്ലോ. ഞാൻ പറയട്ടെ, ഹവാല പിടിച്ചാല് ഹവാലക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്തെന്നറിയാം, ഇത് എവിടുന്ന് ആർക്ക് എവിടെ എങ്ങനെ കൊടുക്കുക, എല്ലാ പോലീസ് സ്റ്റേഷനിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് അറിയാം. ഇത് എങ്ങനെയാണ് ഹവാല എന്ന് പറയുന്നത്, ഹവാല ആർക്ക് കൊടുക്കുന്നത്, എവിടുന്ന് വാങ്ങുന്നത്, എങ്ങനെ വെത്തി, അതാണ് ഇത്. അതിന് കാലി പൈസ മാത്രം, രേഖയില്ലാത്ത പൈസ ഹവാല ആവൂ. രേഖയില്ലാത്ത ഞാൻ പറഞ്ഞു, 22 വർഷമായിട്ട് കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ്. കാസർഗോഡ് മാർക്കറ്റ്, കുമ്പള മാർക്കറ്റ്, ബദിയടുക്ക മാർക്കറ്റ്, കാഞ്ഞങ്ങാട്, പൂച്ചക്കാട്, ഏകദേശം ചെർക്കള, ബട്ടത്തൂർ, ഏത് ഭാഗത്ത് എന്നെ സെർച്ച് ചെയ്താൽ എല്ലാം അറിയാം ആര് എന്തെന്നുള്ളത്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ പോലീസ് കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ പിന്നെ രേഖകൾ ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതാണ്. രേഖകൾ ഹാജരാക്കാൻ എന്നെ സമ്മതിച്ചാലല്ലേ ഞാൻ രേഖകൾ ഹാജരാക്കാൻ. ജില്ലാ പോലീസ് മേധാവിയെ നിങ്ങൾ സമീപിക്കാമോ? ജില്ലാ പോലീസ് മേധാവിക്ക് ഞാൻ രേഖാമൂലം പരാതി നൽകി. അല്ല, രേഖകൾ നൽകിയോ? രേഖാമൂലല്ല, രേഖകൾ നൽകി. ഞാൻ ജില്ലാ പോലീസ് മേധാവിക്ക് ഞാൻ പരാതി നൽകി. ഈ പരാതിക്ക് മറുപടി അദ്ദേഹം തന്നില്ല. അതുമല്ല, ജില്ലാ പോലീസ് മേധാവിന് അന്നത്തെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന പോലീസിനെ ഞങ്ങൾക്ക് കാണാൻ വരെ പറ്റിയില്ല. അവിടെ പോലീസ് കൗണ്ടറിൽ കൊടുത്തിട്ട് റെസീറ്റ് തന്നതല്ലാതെ ഈ പോലീസുകാരനോട് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ആ പോലീസുകാരനെ പറ്റി സംസാരിക്കാനുള്ള വോയിസ് ഇത് ചാൻസ് ഞങ്ങൾക്ക് തന്നില്ല. ഇപ്പൊ കേരള മുഖ്യമന്ത്രി ഉണ്ട്, മുഖ്യമന്ത്രി സംഭവം അറിയുന്നില്ല, വെളിയിൽ എന്താ നടക്കുന്നത്. ഈ ഇതേമാതിരി മുഖ്യമന്ത്രിക്ക് ഞാൻ ഇത് അയച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഓഫീസിൽ എത്തിന, അല്ലെങ്കിൽ അവിടുന്ന് മുഖ്യമന്ത്രിക്ക് മറുപടി നൽകി. അതന്നെ, മുഖ്യമന്ത്രി മറുപടി തന്നില്ല. മുഖ്യമന്ത്രി ഓഫീസിൽ എത്തിന, മുഖ്യമന്ത്രി ഇതിന് തിരിച്ചു വിട്ടിന, അല്ലെങ്കിൽ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറി തിരിച്ചയച്ചതാ എന്തെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇതുവരെ ഒരു രേഖയും തന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ പണം നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് രേഖ പ്രകാരമുള്ള
പണമാണ്. 100%. അത് നിങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. 100%. അതല്ല, ഇപ്പോഴെന്റെ ഓൾറെഡി ഓസ്തർഗ പോലീസ് സ്റ്റേഷനിൽ കേസ് ഉണ്ട്. എന്നെ പിടിച്ചാൽ ഇപ്പൊ പോലീസ് രേഖപ്പെടുത്തിയ 4,68,000 രൂപ അവിടെ ഉണ്ട്. ഞാൻ എന്റെ വക്കീൽ ഷുക്കൂർ വക്കീൽ മുഖേന 7 ലക്ഷം രൂപ കോടതിയിലുണ്ടെന്നും എനിക്ക് കോടതിയിൽ 7 ലക്ഷം രൂപ പോലീസ് പിടിച്ചിനെന്നും 4,68,000 രൂപ കോടതിയിൽ ഹാജരാക്കിയെന്നും ബാക്കി കൂടെ തുക എന്ത് ചെയ്തിനെന്ന് കോടതി കണ്ടെത്തണമെന്നിട്ട് ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു കാര്യം നിങ്ങളെ കുറിച്ച് കിട്ടിയ വിവരങ്ങൾ പറയാം. അതായത് നിങ്ങൾക്ക് ഈ ഭീമ ജ്വല്ലറി കെട്ടിടത്തിന്റെ ഉടമയെ അറിയോ? ഭീമ ജ്വല്ലറിന്റെ കെട്ടിടത്തിന്റെ ഉടമ ആരെന്നറിയില്ല. അറിയില്ല. അങ്ങനെ ഒരാളൊരു ബന്ധമില്ല. ഭീമ ജ്വല്ലറി ആയിട്ട് ഭീമ ജ്വല്ലറി അല്ല, ഭീമ ജ്വല്ലറിയുടെ കെട്ടിടത്തിന്റെ ഉടമ ആരെന്ന് അറിയില്ല. ആള് എത്ര ആളുണ്ട് ഏതെന്ന് എനിക്കറിയാം. പള്ളു എന്ന് പറഞ്ഞ ആരെങ്കിലും അറിയാം? പരിചയമുണ്ടോ? ആര്? പള്ളു. പള്ളൂനറിയാം. അയാൾ തന്നെയാണ് ഉടമയാ. അയാളായിട്ട് എന്താണ് നിങ്ങൾക്ക് ബന്ധം? അയാൾക്ക് ഞങ്ങൾ സുഹൃത്ത് ബന്ധമല്ലേ? നേരത്തെയും ഇതുപോലെ താങ്കൾ അദ്ദേഹത്തിന്റെ കാശ് കൊണ്ടു എന്നുള്ളതിന്റെ ഒരു മൊഴിയുണ്ട്. അയാളെ സ്വർണത്തിന്റെ കാശ് നിങ്ങൾ കൊണ്ടുപോയെന്നുള്ള മൊഴിയുണ്ട്. മൊഴി ആർക്ക് എന്തും പറയാലോ, നിങ്ങൾക്ക് അതൊന്ന് തെളിയിക്കാൻ പറ്റുമോ? അല്ല, മൊഴിയുണ്ട്. മൊഴി ഇപ്പൊ പോലീസ് എന്റെ പൈസ പിടിച്ചിട്ടാ ഞാൻ എന്ത് പറയാൻ പറ്റും? ഒരു മിനിറ്റ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ദഹിക്കണമെന്നില്ല പള്ളുമായി നിങ്ങൾ നിരന്തരം ഫോണിൽ സംസാരിക്കാറുണ്ട്. അതായത് പൊതുവെ എന്റെ ചോദ്യം, കാരണം ഞാൻ ബാക്കിയുള്ളവരെ പോകണമെന്നില്ല, കാരണം ഞാനൊരു വിഷയത്തിൽ ഇടപെടുന്നത് കൃത്യമായി പഠിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ടും. അതായത് നിങ്ങൾ നിരന്തരം പള്ളുമായി സംസാരിക്കാറുണ്ട്? എപ്പോഴും ഉണ്ട്. ഇദ്ദേഹത്തിന് ജോലി എന്താണെന്ന് അറിയോ? ഇദ്ദേഹത്തിന് ജോലി ഒന്ന് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. എവിടെ? കാസർഗോഡ് ഭാഗത്ത്. വേറെ ഒരു ജോലിയില്ല? റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. വേറെ ഒരു ജോലി ബിസിനസ് ഉണ്ട്. വേറെ ഒരു ജോലിയില്ല? വേറെ ജോലി അടുത്തേക്ക് ഒരു ബിസിനസ് ജോലി ഉറപ്പാണ്. എനിക്കറിയില്ല. ഞാൻ നിങ്ങളെ വോയിസ് നിങ്ങൾ കേൾപ്പിക്കാം. നിങ്ങളെ വോയിസ് നിങ്ങൾ കേൾപ്പിക്കാം. പ്രശ്നമൊന്നുമില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് നിങ്ങളെ വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. കാരണം ഇതിന് വേറൊരു മൊഴി പറയുന്ന ആൾക്കാരെ ഞങ്ങളെ മുമ്പിലെത്തിക്കാം. കാരണം ഈ പണം ഭീമ ജ്വല്ലറി കെട്ടിടത്തിന്റെ ഉടമയുടെ ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ വിശ്വസിക്കണ്ടേ? നിങ്ങൾക്ക് എന്തും പറയാലോ. പോലീസാർ ഇപ്പോ 7 ലക്ഷം അടിച്ചു മാറ്റി പറഞ്ഞ 4,68,000 എന്നുള്ളത് ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ ചോദിക്കുക, ഈ രേഖകൾ ഭീമ ജ്വല്ലറി അല്ല, ഭീമ ജ്വല്ലറി കെട്ടിടത്തിന്റെ ഉടമ. ഭീമ ജ്വല്ലറിയായിട്ട് ഒരു ബന്ധമില്ല. ആ സ്ഥാപനം അവിടെ നടക്കുന്നുള്ളൂ. ആ കെട്ടിട ഉടമയായിട്ട് നിങ്ങൾ നിരന്തരം സമ്പർക്കം ഉണ്ടായിരുന്നു. നിരന്തരം ഞാനും 10-12 വയസ്സ് മുതൽ ചക്രവസാറിൽ ഷോപ്പുണ്ട്. എൻ്റെ ഷോപ്പ് അവിടെ, ഓൻ്റെ ഷോപ്പ് അവിടെ. ഞങ്ങൾ നിരന്തരം ഇന്നും നിലവിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. കാസർഗോഡുകാർക്ക് പള്ളു എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. എനിക്കറിയില്ല തൊഴിലാണെന്ന് അറിയാം. തൊഴിലാണ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ പള്ളുമായിട്ട് ഞാൻ നിങ്ങളെ അനിയൻ റപ്പി 10ഓളം കേസുകൾ പ്രതിയാണ്. 10ഓളം കേസുകൾ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 കേസുകളുണ്ട്. ഡേറ്റ് വേണം പറയാം. 316 2018 FIR നമ്പറാണ് 950/2022, 379 2019, 713 2017. ബേക്കലം പോലീസ് സ്റ്റേഷനിലുള്ള കേസ് 736 2011. കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ വീണ്ടും 74/16 2016. പിന്നെ കാസർഗോഡ് പോലീസിൽ വീണ്ടും 139/18. കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ വീണ്ടും 1082/12. കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ 354/14. കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ 197/12. ഇതിൽ വധക്കേസ്, കൊലപാതകത്തിന്റെ, അത് മാത്രമല്ല വീട് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണുള്ളത്. മാത്രമല്ല അടിപിടി കേസുകളുടെ വകുപ്പുകളുണ്ട്. ഇങ്ങനെ തുടർച്ചയായി ഒരു 10ഓളം കേസുകളിൽ പ്രതിയാണ് റഫീഖ്. റഫീഖും ഈ ഞാൻ പറഞ്ഞ ഈ കെട്ടിട ഉടമയുമായി ബന്ധപ്പെട്ട് നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു. റഫീഖ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു മെമ്പറാണ്. അവന് കേസും വരും. 10 കേസ് വീട് കയറി ആക്രമിക്കല്, സ്ത്രീകൾ അപമാനിക്കല് ഇതൊക്കെ. ഞാൻ പറഞ്ഞേക്ക്, റഫീഖ് എന്ന് പറഞ്ഞ ഒരു ഞാൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഒന്നുമല്ല. സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ കേസുകളല്ല. രാഷ്ട്രീയ പാർട്ടി ആകുമ്പോഴേക്ക് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അവനും ഞാനായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു വ്യക്തിയോടാണ്. ആരോട്? ഫള്ളോട്. ഞാൻ പറയട്ടെ, ഇന്ത്യൻ പ്രധാന
പ്രധാനമന്ത്രിയോട് നിങ്ങൾക്ക് സംസാരിക്കാം. അല്ല, നിങ്ങൾ ബ്രദേഴ്സാണ്, നിങ്ങൾ രണ്ടുപേരും ഒരാളോടാണ് സംസാരിക്കാൻ പാടില്ലാന്നല്ല, രണ്ടുപേർക്കും നല്ല രീതിയിൽ രണ്ട് രീതിയിലും ഒരേ ആൾക്കാർ കണക്ഷൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ ഫോൺ കോളുകളും വരുന്നുണ്ട്. എന്റെ ഫോൺ കോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും പൈസ ആക്കാൻ വേറെ ബുദ്ധിമുട്ട്, ഞാൻ ചിലപ്പോൾ കടം വാങ്ങോ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്നോട് വണ്ടി വാങ്ങേണ്ടി വരൂ, അല്ലെങ്കിൽ വേറെ എന്തോ ആവശ്യം അങ്ങ് ഫോൺ ചെയ്തു. അതായത് അവന് പോകുന്ന ചില റൂട്ടുകളിൽ നിങ്ങളുടെ ഫോൺ കോളിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ആ സമയത്ത്. ആർക്ക്? ഈ നിങ്ങളുടെ അനിയന്, അത് പള്ളുവിന്റെ ആവശ്യത്തിന് നിങ്ങൾ അനിയൻ പോയ സമയത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്റെ ഒരു അങ്ങനത്തെ ഞാൻ ഓനായിട്ട് ഒരു ലിങ്ക് ഇല്ല. എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും അറിയൂ ഞാൻ പൊതുവെ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തൊരു വ്യക്തിയാണ്, സംഘടനയിലില്ലാത്ത ഒരു വ്യക്തിയാണ്, മതസംഘടനയിലോ ഏതൊരു സംഘടന നിങ്ങളിപ്പോ പറഞ്ഞ സാമ്പത്തികമായി കേസ് വരാൻ ഇല്ലാത്തൊരു വ്യക്തിയാണ്. അല്ല, നിങ്ങൾ ഞാൻ കുറിച്ച് പറഞ്ഞില്ല. ഈ പള്ളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സാമ്പത്തിക ഇടപാടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. പള്ളുവിന്റെ ഒരു സാമ്പത്തിക ഇടപാട് ഞങ്ങളില്ല. നിങ്ങൾ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. പറഞ്ഞല്ല, ഞാൻ പള്ളു അല്ല, നിങ്ങൾ പറഞ്ഞത് ഞാൻ കടം വാങ്ങിക്കാൻ വിളിക്കും അങ്ങനെ വിളിക്കാലോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് പള്ളുവിന് നീ ഫോൺ ആക്കുന്നില്ലേന്ന്. ഫോൺ നിരന്തരം ഞാൻ പറയട്ടെ, ഫോൺ എടുത്തില്ലെങ്കിൽ ചിലപ്പോ എന്റെ എന്തെങ്കിലും ആവശ്യം. കാരണം ഇത് ഞാൻ പറയാൻ കാരണം എന്തോ അറിയോ, ഇതില് അതായത് നിങ്ങൾ പരാതി കൊടുക്കുന്ന 5 മാസം കഴിഞ്ഞിട്ടാണ്. പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്ന 5 മാസം കഴിഞ്ഞിട്ടാണ്. എന്തുകൊണ്ട് 5 മാസം ലേറ്റായി? 5 മാസം ലേറ്റായത് ആദ്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ 25/10/2023 എന്നെ പിടിക്കുന്നു പോലീസ്. യോസർക്ക പോലീസ് സ്റ്റേഷനിൽ രാവിലെ 10:10 രാവിലെ പിടിച്ചിട്ട് രാത്രി 7:30 എന്നെ വിടുന്നത്. ഈ പൊതുവെ 102 CRP വകുപ്പിൽ ഏത് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചെങ്കിലും അരമണിക്കൂറിൽ പുറത്തിറങ്ങുന്ന ഒരു കേസാണ്. ഇപ്പോൾ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ ആയെങ്കിലും കാഞ്ഞങ്ങാട് ഇങ്ങനെ വേണം അന്വേഷിക്കാം. എന്തുകൊണ്ട് എന്നെ രാത്രി 10:30 മണി വരെ നിർത്തി? കാരണം എൻ്റെ കയ്യിൽ പൈസ കട്ടിന്. ഇത് ഞാൻ തുറന്നു പറയുന്ന ഈ പോലീസുകാർക്ക് ബോധ്യമുണ്ട്. സാധാരണ പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂർ വരെ പ്രതികളെ പക്ഷേ കേസിന്റെ സാഹചര്യം എന്ത് നോക്കണമല്ലോ. എങ്ങനെയാണ് കാശ് പിടിച്ചിട്ടുള്ളത്? അതെ, എന്റെ കാശ് പിടിച്ചെങ്കിൽ പിടിച്ചെങ്കിൽ 3 മണി 2 മണി നേരത്തെ FIR ഇട്ട് കഴിഞ്ഞല്ലോ. അല്ല, രാജുയുടെ ഒരു പോലീസ് സ്റ്റേഷന്റെ ആ IP-യുടെ വിവേചനാധികാരമാണ് നിങ്ങൾ അവിടെ ഇരുത്താം. ഒന്ന്. രണ്ടാമത് ഞങ്ങൾക്ക് ഒരു FIR-ന്റെ കോപ്പി അവർ തന്നില്ല. ഒരു കേസ് നമ്പറിന് ഒരു സംഭവം 2023 ഈ സംഭവം നടക്കുന്നത്. FIR-ന്റെ കോപ്പി കിട്ടണമെങ്കിൽ ഒന്ന് ടൂണാല് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പ്രൊസീജിയറിൽ ഞാൻ ആദ്യമാണ് ഈ കാര്യത്തിലല്ല പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ 5 മാസം എന്തിനാണ് വെയിറ്റ് ചെയ്തത്? എന്തിനാലും വിവരാവകാശ നിയമം കൊടുത്തെങ്കിൽ എത്ര ടൈം കിട്ടും അപ്ലൈ കിട്ടാൻ? 30 ദിവസം. അത് റീ അപ്പീൽ കിട്ടണമെങ്കിൽ 30 ദിവസം കൂടി പിടിച്ചോ? അപ്പൊ എത്ര? 60 ദിവസം. 60 ദിവസം. ഇതിനെപ്പറ്റി വക്കീലും ഞാൻ ഡിസ്കസ് ചെയ്യണമെങ്കിൽ എത്ര വേണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പണം നഷ്ടപ്പെടുന്ന ഇത്രയാണ് രേഖപ്പെടുത്തി. നിങ്ങൾക്ക് ഈ FIR എഴുതുമ്പോൾ അവിടെ നിങ്ങളുടെ ഒപ്പൊന്നും അടിച്ചില്ല? ഒന്നും വായിക്കാൻ പറ്റില്ല. ഇത് വെള്ളരിക്കപ്പെട്ട മാതിരിയാണ് അവർ ചെയ്തത്. അത് എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്? ഞാൻ ചെല്ലട്ടാ, പോലീസ് സ്റ്റേഷനിൽ ക്യാമറ ഉണ്ട്. ക്യാമറ കയറുന്നടല്ല, ബാക്കി എല്ലാ ഭാഗത്ത് ക്യാമറ വെക്കാത്തന്റെ ഒരു ക്യാമറ വെക്കണം. ഞാൻ പറയാം, നിന്റെ പേർക്ക് ക്യാമറ വെക്കുമ്പോ 4 ഭാഗത്ത് നീ വെക്കുന്നത് എന്തിന്? ഏതിലാണ് കള്ളം വരുന്നത്, എവിടെയാണ് പോകുന്നത്? അതേമാതിരി പോലീസ് സ്റ്റേഷനിൽ ക്യാമറ എവിടെ വെക്കണോ? അതൊരു പ്രസക്തമാണ്. ഞാൻ പറയട്ടാ, പോലീസുകാർ എങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എൻട്രൻസിൽ പാറാവ് നിൽക്കുന്ന ആളാണ് ക്യാമറ വെക്കുന്നത്. അത് കഴിഞ്ഞാൽ ക്യാമറ ഇല്ല. ക്യാമറ എല്ലാ ഭാഗത്തും വെക്കണം. കാരണം അന്നെങ്കിലും നിങ്ങൾ കട നടക്കുന്ന സംഭവവും ഇതെല്ലാം അറിയാം. രണ്ടാമത് എന്റെ പൈസ പിടിച്ചത് അവിടെയാണെങ്കിലും സീസർ മത്സരം തയ്യാറാക്കിയത് വേറെ എവിടെ വെച്ചിട്ടാണ്. എനിക്ക് കാണിക്കുകയോ എൻ്റെ തന്നെ ഫോട്ടോ എടുക്കുകയോ എന്നിട്ട് തിട്ടപ്പെടുത്തുകയോ ചെയ്തിട്ടാ? എന്നോട് തിട്ടപ്പെടുത്തുകയോ ചെയ്തിട്ടാ? കാരണം ഞാൻ ഇത് ശക്തമായിട്ട് ഇത് പോരാടാനുള്ള കാരണം പണം എന്റേത്. ഇത് പള്ളുവിന്റെ അല്ല. പള്ളുവിന്റെ പണം പള്ളു പോരാടട്ടെ. അതല്ല, ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങളൊന്നല്ല. കാരണം ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇന്ന് നിങ്ങളെ തേടി ഞാൻ 2 പ്രാവശ്യം വന്നു അല്ലെ? 3ാമത്തെ പ്രാവശ്യമാണ് നമുക്ക് കാണാൻ പറ്റിയത്. കാരണം ഞാൻ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായി പഠിക്കണമെന്ന് ആഗ്രഹം. പക്ഷെ നിങ്ങളെ ചുറ്റുപാടും നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും എല്ലാം ഞാൻ പഠിക്കുകയാണ്. നിങ്ങൾ എന്താണ് തൊഴിലെടുക്കുന്നത്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ പഠിച്ചിട്ട് ഞങ്ങൾ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ എന്റെ ചില കിട്ടിയ വിവരങ്ങൾ ശരിതാണ്. കാരണം ഞാൻ പറഞ്ഞ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ BJP-ന്റെ രമേശനായിട്ട് സമ്പർക്കം പോലെത്തുന്നല്ലോ, അതിനെ പറ്റി നിങ്ങൾ ചോദിക്കാലോ? എന്താ അല്ല, BJP രമേശ് കള്ളക്കടത്തുകാരനാണെന്നല്ലോ കള്ളത്തിലല്ല. ഞാൻ BJP-ന്റെ രമേശനായിട്ട് സമ്പർക്കം പറ്റുന്നുണ്ട്. CPI-ന്റെ ജില്ലാ സെക്രട്ടറി ശശിയായിട്ട് സമ്പർക്കം പറ്റുന്നുണ്ട്. നമ്മളിപ്പോ അല്ല, മറ്റേ ഈ ശശി ഇതുണ്ടല്ലോ,
കുമ്പളയിലത്തെ ശശിയായിട്ട് ഞാൻ പിന്നെ ബാക്കി സഖാക്കന്മാരായിട്ട് ഞാൻ എല്ലാരായിട്ട് ഞാൻ സമ്പർക്കം ഇതൊന്നും പറയാണ്ട് വ്യക്തിന്റെ പേര് കൊള്ളാത്ത ഈ വ്യക്തിന്റെ പേരിട്ട് നിങ്ങൾ നിരന്തരം അദ്ദേഹത്തെ വിളിച്ചിരുന്നു ആ സമയത്ത്. ഞാൻ ചിലപ്പോ അദ്ദേഹം ഞാൻ പറയട്ടെ നിങ്ങൾ ആ സമയത്ത് വിളിച്ചിരുന്നു. ഞാൻ പറയട്ടെ ഞാൻ പോലീസ് സ്റ്റേഷനിലായ സമയത്ത് ചില അദ്ദേഹത്തിന് ഞാൻ വിളിച്ചിന് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്റെ ഇങ്ങനെ ഞാൻ പെട്ടിട്ടുണ്ട് ആരെങ്കിലും എന്റെ വീട്ടിലെ പരിക്കറി എന്തുകൊണ്ട് ആ സമയത്ത് ശശിനെ വിളിച്ചില്ല? എന്തുകൊണ്ട് ബിജെപിക്കാരൻ രമേശിനെ വിളിച്ചില്ല? എന്തുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ വിളിച്ചില്ല? എന്തുകൊണ്ട് ഒരു വിവാദ വ്യവസായിയെ മാത്രം നിങ്ങൾ വിളിച്ചു? ഞാൻ വിളിച്ചത് കാരണം എന്റെ നമ്പർ ബൈഹാർട്ട് ആയതുകൊണ്ട് ഞാൻ വിളിച്ചത്. അത്രമാത്രം അടുപ്പമാണ് നിങ്ങൾ. അടുപ്പം ഞാൻ ഇന്നല്ലോ ഓന്റെ ഫാദർ ആയിട്ട് അടുപ്പം, ഓന്റെ മദർ ആയിട്ട് അടുപ്പം, ഓന്റെ ജ്യേഷ്ഠനുമായിട്ട് അടുപ്പം, ഓന്റെ ഷോപ്പായിട്ട്. ഇത് ഞങ്ങൾക്ക് അറിയാൻ കാരണം അന്ന് നിങ്ങൾ ഫോൺ വിളിച്ചു എന്നുള്ളത് വിളിച്ചു. കാരണം ആ സമയത്ത് നിങ്ങൾ സംസാരിച്ച് നിങ്ങളോടൊപ്പമുള്ള ആൾക്കാരാണ് ഞങ്ങളോട്. അത് ആ സമയത്തല്ല, അതിന്റെ തൊട്ടടുത്ത ദിവസം നിങ്ങൾ സംസാരിച്ച് കൃത്യമായി കേട്ട ആളുകളാണ് എന്നോട്. ചിലപ്പോൾ അതൊരു പ്രത്യക്ഷത്തിൽ അവർക്ക് വരാൻ പറ്റില്ല. ആ വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് ഈ ചോദിച്ചതൊക്കെ. അല്ല പറഞ്ഞ ഈ മനുഷ്യനെ ഞാൻ കണ്ടില്ല. അല്ല ഈ മനുഷ്യൻ ഒരു സെക്കൻഡ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു സ്വപ്നം കണ്ടതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്ഭുത സിദ്ധിയിൽ അറിഞ്ഞൊന്നല്ല. നിങ്ങളെ കുറിച്ച് പഠിച്ചപ്പോ, നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ എനിക്ക് കിട്ടിയ വിവരങ്ങളാണ്. ആ വിവരങ്ങൾ നിങ്ങളോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇങ്ങോട്ട് പറയാം. കഴിഞ്ഞ പോലീസ് സ്റ്റേഷനിൽ ഒരു വിവാദമുണ്ടായി. ആ വിവാദത്തിൽ അന്നത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ കാശ് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സംഭവം അറിയില്ല. ഞാൻ അന്ന് അങ്ങനത്തെ വിവാദമില്ല. അങ്ങനെ അവസാനം ഞങ്ങളെ കൗൺസിലറാണ് നിങ്ങൾ ധരിപ്പിച്ചത്. അയാളെ പേര് ഞാൻ പറയുന്നില്ല. അയാളെ നിങ്ങൾ ധരിപ്പിച്ചത്. നിങ്ങൾ മുഖേന എൻ്റെ CIക്ക് അത് അറിയുകയും CI എന്നോട് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായി. മനസ്സിലായില്ല. CIക്ക് പണം ആവശ്യമുണ്ട്. അപ്പം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരാണ് ഒരു CI ഇങ്ങനെ വേറെന്തോ ഒരു വിഷയത്തിൽ ഒരു 5-4 വർഷം മുമ്പ് ആരാണ് നിങ്ങളെ സമീപിച്ച പൈസ ആവശ്യമുണ്ട്? ഒരു ഇടനിലക്കാരൻ സമീപിച്ചു. അല്ല ഞാൻ പറഞ്ഞേക്ക് ഇടനിലക്കാരൻ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ആരാണെന്ന് പറഞ്ഞേക്ക് അവൻ അവസാനം കാസർഗോഡ് പോലീസിനെ വിൽക്കാൻ നടക്കുന്നത് ആരാണ്? അതൊക്കെ ശേഷം പരിസരത്ത് പരിശോധിച്ചാൽ അറിയാം. അല്ല 4 വർഷം മുമ്പത്തെ കഥയാണ്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. പേര് പറഞ്ഞേക്ക്. അല്ല ഞാൻ അൺകൂറാണോ അദ്ദേഹത്തിന്റെ സ്ഥലം? ഒക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് അന്നാട്ടും കൂടുതൽ അറിയാലോ. പിന്നെ ചോദിക്കുന്നത് അയാളാണെന്നുള്ളത് നമുക്ക് ധരിക്കണ്ട. കാസർഗോഡ് സിഐക്ക് പണം കാസർഗോഡ് സിഐക്ക് പണം ആവശ്യമാണോ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട് CI ആവശ്യപ്പെട്ടാൽ ഞാൻ കൊടുക്കാൻ പാടോ, നീ കൊടുക്കണ്ട. അവസാനം CI എന്നോട് പറഞ്ഞാ ഞാൻ അതിന്റെ പൈസ വാങ്ങുന്ന ആളല്ലോ. ഞാൻ CI മുഖം നോക്കിയിട്ട് എന്നോട് പറഞ്ഞു അവനക്ക് കബരിപ്പണിയാണ്, അവന് നിന്നെ ചൂഷണം ചെയ്തതാണെന്ന് CI പറഞ്ഞു. എന്റെ കേസ് അവിടെ സോൾവ് ആയി ഞാൻ വന്നു. അല്ല ഞാൻ പറഞ്ഞത് പോരാട്ടത്തിനുള്ള ഞാൻ മതിപ്പ് നൽകുകയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചില ആരോപണങ്ങളും താങ്കൾക്കെതിരെ വരുന്നുണ്ട്. ആരോപണം ഒരു വ്യക്തിനെ സ്രോതസ് ഉണ്ടല്ലേ, കോടി ഉറുപ്പ ലോഡ് ഏത് ബാങ്കിൽ ഈ ബാങ്കിൽ 3 കോടി ഉറുപ്പ എന്തോ കൊടുക്കാനുണ്ട്. അതിങ്ങനെ പൈസ എനിക്കറിയില്ല. അദ്ദേഹം 3 കോടി രൂപയുടെ ബാങ്കിൽ കൊടുക്കാണ്ട് എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. ഞാൻ ചോദിക്കുന്ന അദ്ദേഹത്തിന്റെ സാമ്പത്തിക നില പറ്റി നിങ്ങൾക്ക് അതന്നെ. അദ്ദേഹം 3 കോടി രൂപ ഓൾറെഡി ലോസിലുള്ള വ്യക്തി. പിന്നെ അദ്ദേഹം എടുത്ത് പൈസ തരൂ. അല്ല ഞാൻ അന്നത്തെ കാശ് നിങ്ങൾ അന്ന് വിളിച്ച ആദ്യത്തെ ഫോൺ, നിങ്ങളെ ഫോൺ നമ്പറിൽ വിളിച്ച ആദ്യത്തെ ഫോൺ പള്ളുവിന്റെ ആണ്. ഞാൻ എന്റെ വൈഫ് പള്ളു പല ആൾക്കും വിളിച്ചിന്. അല്ല ഞാൻ പറയട്ടാ, അന്ന് വിളിച്ച ആളുകൾ ആരൊക്കെയാണ്? നിങ്ങൾ ഫോൺ വിളിച്ച 25/8 26/8 2 ദിവസത്തെ 25/8 ഞാൻ പോലീസ് പിടിച്ചത്. പൈസ പിടിച്ചത് 26/8 ദിവസം മാറി. പൈസ 2 ദിവസം വിളിച്ച ഡീറ്റെയിൽസ് അല്ലല്ലോ. ഞാൻ ഒരു ദിവസമുള്ള ഡീറ്റെയിൽസ് ഞാൻ തരാം. തൊട്ടടുത്ത ദിവസം എന്നെ പിടിച്ചാൽ പൈസ പുറത്തായല്ലോ. അല്ല പൈസ ദിവസം നിങ്ങൾ ആരൊക്കെ ബന്ധപ്പെട്ടു എന്നുള്ളത് അന്ന് എല്ലാവരുമായിട്ട് ബന്ധപ്പെടും. ഞാൻ പോലീസുകാരായിട്ട് ഇന്നും ഞാൻ സമ്പർക്കം പുലർത്തുന്നുണ്ട്. അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആക്കാനുള്ള അറിയാം. ഈ നമ്പർ കോഴിക്കച്ചവടക്കാരൻ നമ്പർ. ഇതിൽ എത്രയോ നമ്പർ ഉണ്ട്. ഇതല്ലേ പശു. ഇത് ഒരാളോട് വിളിച്ചാൽ ആവാല പണിയെന്ന് ഒരാളും പറയാൻ ചാൻസ് ഇല്ല. ഇതിൽ ഞാൻ ഇതിൽ പള്ളുവിന്റെ നമ്പർ ഏതാണ്? പള്ളുവിന്റെ നമ്പർ ഏതെന്നായിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് നോക്കാണ്ട് പറയാൻ പറ്റില്ല. കാണാത്ത നമ്പറാണ്. അതെ
പറയട്ടാ, നിങ്ങൾ കാണാത്ത അറിയുന്ന ഒരു നമ്പറാണ്. പല്ലുവിനെ പ്രത്യേകം നിങ്ങൾ ടാർഗറ്റ് അങ്ങനെ ഒരു ആരോപണം താങ്കൾക്ക് നേരെ വന്നതുകൊണ്ടാണ്. അത് ഞാൻ പറയട്ടെ, ശത്രുക്കള് എന്റെ ശത്രുക്കൾ ഈ പറയുന്ന വ്യക്തിയെ എനിക്ക് ഒരു നേരിട്ട് ഒരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ്. എനിക്ക് ഈ പറയുന്ന ഈ പള്ളു എന്ന് പറയുന്ന വ്യക്തി എനിക്ക് നേരിട്ട് അറിയില്ല. അതിനേക്കാൾ കൂടുതൽ നിങ്ങളെ അറിയാം. പല സ്ഥലത്തും നിങ്ങൾ ഞങ്ങൾ അതറിയാം. കോഴിയുമായി ബന്ധപ്പെട്ട പക്ഷെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു ആരോപണം കൂടി നിങ്ങൾക്ക് വരുമ്പോ കാരണം ഒന്നല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പോലീസിന് രേഖകൾ ഹാജരാക്കിയില്ല എന്ന് പോലീസ് റെക്കോർഡുകൾ ഞാൻ പറയട്ടെ, എന്നെ 10:10 പിടിച്ച ഞാൻ 7 മണി അല്ല നേരത്തെ 2 മാസം വിവരാവകാശമൊക്കെ കഴിഞ്ഞ് വിട്ടു. ഇനി 3 മാസം ലേറ്റ് ആയത് എന്തിനാണ്? ഞാൻ കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് എന്നല്ലെങ്കിൽ ഇപ്പൊ വിവരാവകാശത്തിൽ കറക്റ്റ് ഞങ്ങൾക്ക് പ്രൊസീജിയർ അറിയണം. ഇത് എങ്ങനെയാണ് തന്റെ പോക്ക്. 2 മാസം കഴിഞ്ഞ് പിന്നെയും 90 ദിവസം എടുത്തു നിങ്ങൾ പരാതി നൽകാൻ. ഇല്ലല്ല, ഞാൻ പരാതി നൽകിയത് എത്രാം തീയതി 25/8 പിടിച്ചിട്ട് ഞാൻ പരാതി നൽകുന്നത് വക്കീൽ മുഖേന സംസാരിച്ചിട്ട് പരാതി നൽകുന്നത് ഈനാണ് ഏകദേശം 1-ാം മാസമാണ്. 4 മാസം 1-ാം മാസമാണ്. 9/1/2020 പരാതി നൽകുന്നത്. 7/1 ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഡേറ്റ് ആണ് 9/1/2021 ആദ്യ പരാതി ഞാൻ വിജിലൻസിന് അയക്കുന്നത്. എന്റെ പ്രൂഫ് ഉണ്ട്. 7/1 അല്ല നിങ്ങൾ അയച്ച ഡേറ്റ് ആണ്. പക്ഷെ ഇത് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്ന, അതായത് അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന 9/1/2024 അന്ന് അന്വേഷിച്ചിരുന്നു. ഇത് അന്ന് അന്വേഷിച്ചിരുന്നു. 6/1/24 അത് നിങ്ങൾ വിജിലൻസിന് ലെറ്റർ ലെറ്ററല്ല, മെയിൽ അയച്ചാണ്. മെയിൽ അയച്ച് 7 അവിടുന്ന് എൻക്വയറി വന്നു. ഓക്കെ, അപ്പൊ ഞാൻ അന്ന് നിങ്ങൾ അവർക്കും രേഖകൾ കൊടുത്തില്ല. വിജിലൻസിന് രേഖകൾ കൊടുത്തില്ല. ആവശ്യപ്പെടാതെ കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഒരു അനധികൃതമായ പണം പിടിച്ചു എന്ന് പറയപ്പെടുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് രേഖകൾ എന്റെ പണം എനിക്ക് ഈ രേഖകൾ ഉണ്ടെന്നിട്ട് നിങ്ങൾ ഹാജരാക്കണ്ടേ? ഹാജരാക്കാൻ ഞാൻ അവർ അന്വേഷിച്ചു. ഞാൻ വക്കീലിനെ സമീപിച്ച വക്കീൽ പറയും കോടതി ആവശ്യപ്പെടും, കോടതിയിൽ ഹാജരാക്കണം. വക്കീല് അത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പണം വിഡ്രോൾ ചെയ്യണം, അതായത് അത് കോടതിയിൽ തെളിയിക്കപ്പെടണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് വക്കീൽ ആ രീതിയിൽ പറയുന്നത്. അതായത് കോടതി ചോദിക്കും ഈ പണത്തിന്റെ രേഖകളുണ്ട്. പക്ഷെ അന്വേഷണം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അലിഗേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് തന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം. ഞാൻ പറയട്ടെ, അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചിന് അദ്ദേഹം ഉദ്യോഗസ്ഥനോട് പറയും. കാരണം പണം പിടിച്ച് സി ഐ പണം എൻ്റെ കേസ് FIR ഇട്ടിട്ട് കേസ് അന്വേഷണത്തിന് വേറെ പോലീസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ച് വേറൊരു എസ്ഐനെ ഏൽപ്പിച്ച് അദ്ദേഹത്തായിട്ട് അദ്ദേഹം എന്നോട് മുഴുവൻ മൊഴിയെടുത്ത് എല്ലാ രേഖയും നല്ല ബില്ലെല്ലാം ഉണ്ട് സാറേ എല്ലാം പറയുക. അദ്ദേഹം ക്ലോസ് ചെയ്തിട്ട് കോടതിയിലേക്ക് ആക്കുകയും ചെയ്തു. രേഖകൾ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി നിങ്ങളോട് രേഖകൾ ആവശ്യപ്പെട്ട് എന്നോട് ചോദിച്ചില്ല. ഉണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിന്. പക്ഷെ അത് കൊടുക്കണ്ടേ? ചോദിക്കണമല്ലോ, ഞങ്ങൾക്കറിയില്ലല്ലോ. സ്പെഷ്യൽ ബ്രാഞ്ച് നിങ്ങളെ സാന്നിധ്യത്തിൽ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി നിങ്ങളോട് രേഖകൾ ആവശ്യപ്പെട്ടു. നിങ്ങൾ 7 ലക്ഷം രൂപയുടെ രേഖകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കൊണ്ടുവന്നല്ലോ, ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടില്ല. അവരെ എന്നോട് ചോദിച്ചില്ലല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ കൊടുത്ത മറുപടിക്ക് ഞാൻ കുറച്ച് പരാതിക്ക് മറുപടി അവർ തന്ന ഞാൻ ചോദിക്കട്ടെ. നിങ്ങളെ പരാതിയിൽ ഇങ്ങനെ ഒരു സംശയം വരാനുണ്ടായ കാരണം തന്നെ ഈ ഒരു കാലതാമസവും നിങ്ങൾ നടത്തിയ ഈ എന്താ പറയുന്ന ഇത്തരം ഒരു സംഭവങ്ങളൊക്കെയാണ് ഈ പരാതിയിൽ സംശയം ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാമായിരുന്നു. അതായത് 5 മാസം ലേറ്റായി പോലീസ് ചോദിച്ചു രേഖകൾ ആവശ്യപ്പെട്ടില്ല. നിങ്ങൾ വക്കീലിനെ സമീപിച്ചു, വക്കീൽ പറഞ്ഞു കോടതിയിൽ കൊടുത്താൽ മതിയെന്ന്. അതുകൊണ്ട് നിങ്ങൾ കോടതിയിൽ കൊടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, വിജിലൻസിന് പരാതി നൽകി, ഇവരൊക്കെ പരാതി നൽകി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ രേഖകൾ ഹാജരാക്കാനുള്ള ബാധ്യതയില്ല. അവർ ചോദിക്കുകയാണ്, നിങ്ങളോട് ഡിവൈഎസ്പി ചോദിക്കുകയാണ് നിങ്ങൾ ആ രേഖകൾ ഹാജരാക്കണമെന്ന്. എന്നോട് ആവശ്യപ്പെട്ടിട്ട് രേഖകൾ ബില്ല് ഇതുണ്ടോ എന്നോട് വിജിലൻസിന്റെതും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഓഫീസർ ചോദിച്ചാൽ എന്താണ് കച്ചവടം, കോഴി ടാക്സ് ഇല്ല, പ്രശ്നമില്ല, കാര്യമില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് നിങ്ങൾക്ക് എന്താണ് കച്ചവടം, GST ഇല്ല, കാര്യമില്ല. അങ്ങനെ പറഞ്ഞ് എന്നെ ഒഴിവാക്കിയതാണ്. കാരണം അങ്ങ് പറഞ്ഞാൽ മനസ്സിലായോ? എന്നോട് അവർ ചോദിച്ചു ബില്ല് ആവശ്യപ്പെട്ടിരുന്നു. മനോജ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. മനോജ് സർ എന്നോട് പറഞ്ഞു ബില്ല് ഉണ്ടാന്ന് ചോദിച്ചു. മനോജ് സർ ഒരേ പ്രാവശ്യം ഞാൻ മീറ്റ് ചെയ്യുന്ന ഒരേ പ്രാവശ്യം ബില്ല് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നു. ഞാനോട് പറഞ്ഞു ബില്ല് ഉണ്ടായി പോലീസ് രേഖകളിലുള്ള അതന്നെ ബില്ല് എന്നോട് ആവശ്യപ്പെട്ടു. ഉണ്ടാന്ന് ചോദിച്ചു, ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പോയി. അപ്പൊ ബില്ല് വാങ്ങേണ്ട ഞാൻ കേസാ പോലീസുകാരല്ലേ ബില്ല് വാങ്ങേണ്ടത്. നിങ്ങൾ അവിടെ കൊടുത്തോ?
അവര് വാങ്ങണ്ടേ? ഞങ്ങൾക്ക് അറിയില്ല. കൊടുത്തോ? അവര് 3 പ്രാവശ്യം എന്നെ വിളിപ്പിച്ചിനാ. അപ്പൊ എന്തുകൊണ്ട് ബില്ല് ചോദിച്ചില്ല? അല്ല മനോജ് ചോദിച്ചോടെ. മനോജ് സർ ഒരു പ്രാവശ്യമാണ് ഉണ്ടായിരുന്നത്. മനോജ് സർ പോയതിനു ശേഷം ഇലക്ഷൻ ആയി, പിന്നെ 2 പ്രാവശ്യം അവിടുന്ന് വിളിപ്പിച്ചു. 2 പ്രാവശ്യം അവിടുന്ന് വിളിപ്പിച്ചു. അദ്ദേഹം 1 വർഷമായിട്ട് നൽകുകയാണെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. നിരവധി സ്ഥലങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ട്. അത്ര പരാതികളിൽ ഇദ്ദേഹം അന്വേഷണവും വന്നിട്ടുണ്ട്. ആ അന്വേഷണം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും അന്വേഷണമുണ്ട്. മുഖ്യമന്ത്രിയുടെ അന്വേഷണം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ അന്വേഷണത്തിനൊക്കെ ഇദ്ദേഹം ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അന്വേഷണം ഭാഗമായിട്ടുണ്ട്. അപ്പോ ഇദ്ദേഹത്തിന് മറുപടി ലഭിച്ചില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് മറുപടി. 100% എനിക്ക് കിട്ടിയില്ല. ഞാൻ ഇപ്പൊ RTI പ്രകാരം ഇത് ഇൻഫർമേഷൻ പ്രകാരമാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള മറുപടി ലഭിച്ചില്ല. അതാണ് നിങ്ങൾ പ്രധാനപ്പെട്ട പരാതി. ഒന്നത്. രണ്ടാമത് എന്റെ പൈസ, നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ പോലീസിനെ സമീപിച്ചാകുമ്പോൾ അവർ പറഞ്ഞ ഒരേ കാര്യമാണ്, നിന്റെ പൈസ അല്ല പ്രശ്നം, അവരുടെയാണ് പ്രശ്നം. നിരപരാധിയായ പോലീസിനെ എങ്ങനെ രക്ഷപ്പെടുത്തണോ? ഓക്കെ, അത് നിങ്ങൾ പറയുന്നത് നിങ്ങളെ വിശ്വാസം ശരിയായിരിക്കാം, നമുക്ക് തള്ളാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ അവിടെ ചില രേഖകൾ, കൃത്യമായ രേഖകളിൽ നിങ്ങൾക്ക് പാകപ്പിഴകൾ വന്നിട്ടുണ്ട്. പാകപ്പിഴകൾ ഒന്ന്, പിന്നെ രേഖകൾ ഹാജരാക്കാൻ നിങ്ങൾ കാലതാമസം എടുത്തു, പരാതി നൽകാൻ കാലതാമസം എടുത്തു, DYSP ആവശ്യപ്പെട്ടിട്ട് രേഖകൾ നൽകിയില്ല. അത് നിങ്ങൾ കിട്ടിയ തെറ്റായ അഡ്വൈസ് പ്രകാരമാണോ? തെറ്റായ ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ രേഖകൾ പോലീസ് ഹാജരാക്കിയിരുന്നെങ്കിൽ ആ കേസ് വളരെ വേഗത്തിൽ തീർപ്പാവുന്ന ഒരു കേസായിരുന്നു. എന്തുകൊണ്ട് ഒരു തീർപ്പാക്കി ഞങ്ങൾക്ക് മറുപടി തന്നില്ല? ഞാൻ തിരുവനന്തപുരത്ത് എല്ലായിടത്തും മെസ്സേജ് വന്നു, താങ്കളുടെ കേസ് കാസർഗോഡ് ക്രൈംബ്രാഞ്ച് DSPക്ക് മാറ്റിയിട്ടുണ്ട്, താങ്കളുടെ കേസ് പോലീസ് മേധാവിക്ക് അയച്ച് തുടർന്നത്. ഇതല്ലാതെ ഒരു മറുപടി ഞങ്ങൾക്ക് വന്നില്ലല്ലോ. ഒരു പരാതി നൽകിയാൽ മറുപടി അത്യാവശ്യമാണ്. മറുപടി ലഭിച്ചില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പരാതിയാണ്. രണ്ടാമത് ഇദ്ദേഹം പറയുന്നത് ഞാൻ ഹവാലക്കാരനല്ല, കോഴിക്കച്ചവടക്കാരനാണ്. ആ കോഴിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കച്ചവടമുണ്ട്, എല്ലാവർക്കും അറിയാം. കാസർഗോഡുള്ള ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ മുകളിൽ ഉയർന്നു വരുന്ന ഒരു ആരോപണം, തൊട്ടടുത്ത ദിവസം കാസർഗോട്ടെ ഒരു വിവാദ വ്യവസായി, അദ്ദേഹത്തിൻ്റെ പേരൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇനി വീണ്ടും പറയുന്നില്ല, പള്ളു എന്നറിയപ്പെടുന്ന ഒരു വ്യവസായി ബന്ധപ്പെട്ട് നിരന്തരം സമ്പർക്കം, ആ സമ്പർക്കമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് സംശയം നിലനിർത്തുന്നത്. വ്യവസായവുമായി ബന്ധപ്പെട്ട് ആ പണമാണോ എന്നൊരു സംശയം ചിലർക്കെങ്കിലും ഉണ്ടായെങ്കിൽ തെറ്റു വരാൻ പറ്റുമോ? 100% തെറ്റല്ല. എന്റെ കയ്യിൽ പൈസ തെറ്റ് പറയാൻ പറ്റുമോ? ആവശ്യമില്ലല്ലോ. കാരണം കാരണം നിങ്ങൾ തൊട്ടടുത്ത ദിവസം സംസാരിച്ചതൊക്കെ കേട്ട ആൾക്കാരുണ്ട്. അതാണ് ഞാൻ ആരുള്ള നിങ്ങളൊന്ന് പ്രൊഡ്യൂസ് ചെയ്യും, ഒരാളെങ്കിലും നിങ്ങളൊന്ന് പ്രൊഡ്യൂസ് ചെയ്യ്. കാരണം എനിക്ക് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ അറിയൂ? നിങ്ങൾക്ക് ഞാൻ പറയട്ടാ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല. ഇത് നിങ്ങൾ പറഞ്ഞത് ഞാൻ എനിക്ക് ഫോൺ വിളിച്ചിട്ടുണ്ടോ? പോലീസിന്റെ നിരന്തരം ഞങ്ങൾ സാമ്പത്തിക ഇടപാട് സാമ്പത്തിക ഇടപാട് അങ്ങനെയുള്ളതല്ല. ഞാൻ ചിലപ്പോ അവനക്ക് ആവശ്യത്തിന് ചിലപ്പോ അവന്റെ വണ്ടി വേണമെങ്കിൽ വിളിച്ചിട്ടുണ്ടാവും, ഇല്ല വേറെ എന്തോ. ചിലപ്പോ അവനോട് 3 കോടിയോളം ലോണുള്ള ആളെ അവൻ കേടുന്നു, അതറിയാലോ. ഇപ്പൊ നിങ്ങൾ ഇന്ന ചാനലിലെ ആള് ബുറാണ് തലങ്കര ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുള്ളൂ, അനാവശ്യം പറഞ്ഞിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞു അനാവശ്യമായിട്ടൊന്നും അദ്ദേഹത്തിന് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ പറയാം, ഞങ്ങൾക്ക് പോലീസിന്റെ നീതി ലഭിക്കുമെന്നൊന്നും ഞങ്ങൾക്ക് ഉറപ്പില്ല. ഇനി എന്താണ് അടുത്ത നടപടി? ലക്ഷം ഇപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട കാസർഗോഡ് MLA എന്നെ മുഖേന നിവേദനം നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് നിയമസഭയിൽ ഇത് അവിടുന്ന് വായിക്കും. അത് വായിച്ചിട്ട് എന്തെങ്കിലും ഒരു നടപടി അല്ലെങ്കിൽ തുടരന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു ഭാഗം വരുമെന്ന് അദ്ദേഹം എന്നോട് ഉറപ്പ്. കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2020 മുതൽ 23 വരെ 26 കേസുകളാണ് അദ്ദേഹം പിടിച്ചത്. 26 കേസുകളിലും ഈ 25ാമത്തെ കേസാണ് എൻ്റെ. ഈ ഞാനല്ലാതെ പിന്നെ ഒരാൾ പരാതി നൽകാൻ മുതിർന്നിട്ട. കാരണം അവരെല്ലാം അവാലക്കാരായിരിക്കാം, ഞാൻ അവാലക്കാരനല്ല. ഓക്കെ, ഞാൻ ചോദിച്ചാൽ ഇത്രയും പരാതികൾ അപ്പൊ നാളെ ഇവരൊക്കെ പറയാണ് എന്റെ പിടിച്ചത് 20 ലക്ഷമാണ്, അവിടെ പോലീസുകാരന് അവിടെ 5 ലക്ഷം എഴുതിയെന്ന് എന്ത് പറ്റും? അവിടെ ഒന്നാമത് ഞാൻ പറയാം, കൃത്യമായി നിങ്ങൾ അവിടെ രേഖകളിൽ ഒപ്പിടുമ്പോൾ എത്രയാണ് കാശ് അവിടെ രേഖപ്പെടുത്തിയെന്ന് നോക്കണമായിരുന്നു. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറിനാ? നിങ്ങൾ ക്രിമിനൽ കേസ് ഉണ്ടോ? നിങ്ങൾക്ക് ക്രിമിനൽ കേസൊന്നുമില്ല, വേറെ ഒരുപാട് ഒരെണ്ണം ചെയ്യണം. ചെയ്തിട്ടാകുമ്പോ അവിടുന്ന് ഇതറിയും. ഇപ്പൊ നിങ്ങളെ ഒരു 10 ലക്ഷം രൂപ കയ്യിലുണ്ടോ? നിങ്ങൾ ഞാൻ ഇൻഫർമേഷൻ കൂടെ നിങ്ങളെ പിടിപ്പിക്കണം. പിന്നെ നിങ്ങൾക്ക് അറിയും പോലീസിന്റെ രീതി. പിന്നെ ഇങ്ങനെ വാർത്ത വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം അടുപ്പോ. പിന്നെ ഞാൻ വിട്ടെങ്കിലല്ല, ഞാൻ 7:30 മണി വരെ അവിടെ നിർത്തിയില്ലേ, എന്റെ ഒരു ചൂഷണം ചെയ്തില്ല. അവസാനം അദ്ദേഹത്തിന്റെ വായിന്ന് വരാത്തൊരു സംസാരം കൂടി പറഞ്ഞു എന്നോട്.
എന്താണ് എന്റെ നിലയിൽ അങ്ങനെ ഭാര്യയുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ സംബന്ധിച്ച് കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയാത്ത വാക്കാണ്. പക്ഷേ ഞാനൊരു കാര്യത്തിൽ തീർച്ചയായിട്ടും ഇനി ഇത് ഈ ഭാഗത്ത് നിന്ന് ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ ക്രിമിനൽ 34 ഹൈക്കോടതി ക്രിമിനൽ റെഡ് ഞാൻ ഫയൽ ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഞാൻ ഉള്ളത്. ബി എ ഇബ്രാഹിമിന്റെ പരാതി അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇബ്രാഹിമിന്റെ പരാതി ഞങ്ങൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പക്ഷെ ആ പരാതിയെ തള്ളിപ്പറയുകയും ചെയ്യുന്നില്ല. പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് തള്ളിക്കളയാനും പറ്റില്ല. പക്ഷെ നിങ്ങൾ പറയുന്നത് പൂർണ്ണമായി ഉൾക്കൊള്ളെങ്കിൽ വ്യക്തമായ തെളിവുകൾ കാണും. പ്രൂഫ് ഉണ്ടല്ലോ, എവിഡൻസ് ഉണ്ടല്ലോ, എന്റെ ബില്ലുണ്ട്. ഓക്കെ, ആ തെളിവുകൾ നമുക്കെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, തെളിവുകൾ കാണണം. തെളിവ് രേഖകൾ കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ അത് ഹാജരാക്കിയിരുന്നെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വഷളാകില്ലായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകൾ പോലീസ് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയൊരു പുനരന്വേഷണത്തിന് സാധ്യതയുണ്ടെങ്കിൽ ആ അവസരവും ഇദ്ദേഹത്തിന് നൽകുക, കൃത്യമായി ബോധ്യപ്പെടുത്തുക. പോലീസുകാരും ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പോലീസുകാരും ഞങ്ങൾക്ക് കാർഡടിച്ച് പറയാൻ സാധിക്കില്ല. കാരണം ഇവരുടെ സർവീസ് റെക്കോർഡുകളൊക്കെ നല്ല ഉദ്യോഗസ്ഥരായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്നലെ മുതലാണ് ഇദ്ദേഹത്തിൻ്റെ പേര് കാര്യങ്ങൾ പറയുന്നത്. എല്ലാ കാര്യം അന്വേഷണ വിധേയമാകട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.